ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എനിക്കറിയാം ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ളത്. എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കുറച്ച് തിരക്കുകൾ നാട്ടിലൊക്കെ പോയി ഇച്ചിരി ബിസി സ്കെഡ്യൂളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഒത്തിരി ആൾക്കാർ കമൻറ്റിലൂടെ അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്, സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും ആണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടവർക്കറിയാം ഓരോരോ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത്. അപ്പോൾ പാർട്ട് 3ൽ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം 8 മാസം 8th മന്ത് റണ്ണിങ് ആണ്. കഴിഞ്ഞ വർഷം മെയ് 26-ലായിരുന്നു ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നത്. നമ്മൾ റിയൽ ടൈം FUE ആണ്, സഫയർ ആണ് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ റിസൾട്ട് പാർട്ട് 2ൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 2 മാസത്തിന് ശേഷമുള്ള റിസൾട്ട്. അതിനുശേഷം ഇപ്പം 8 മന്ത്സ് റണ്ണിങ്ങിലാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ മിനോക്സിഡൈൽ യൂസ് ചെയ്യാതെ ഉള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോയിട്ടില്ല, മുടി വെട്ടാൻ പോകണം. വീഡിയോ ചെയ്തതിന് ശേഷം പോകാമെന്ന് കരുതിയാണ്. കാര്യം നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കാര്യം ഒത്തിരി പേർക്ക് ഡൗട്ട് വരും. കാര്യം മുടി വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഗ്രോത്ത് ഉണ്ടാകുമോ, അല്ലെ എങ്ങനെ കവറാകുമോ എന്നുള്ളൊരു ഒത്തിരി ഡൗട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടാൻ പോകാതിരുന്നത്, ഹെയർ കട്ട് ചെയ്യാതിരുന്നത്. അപ്പം ഇത് വീഡിയോ ചെയ്തതിന് ശേഷം ഹെയർ കട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു 10, 20, 15 തവണയോളം 10 തവണയോളം ഏകദേശം ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. ഒത്തിരി ട്രിം ചെയ്തു. ഇപ്പം ബാക്കിലെ പാച്ച് കാണുന്ന രീതിയിലൊക്കെ നോക്കുക ചെയ്തായിരുന്നു. കാര്യം എങ്ങനെ നമുക്ക് പാച്ച് കാണും എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കറണ്ട് കണ്ടീഷൻ ഇതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതാണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ. ഞാൻ ഫ്രണ്ടിൽ ഇത്ര ഏരിയയിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്, നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേണമെന്ന് മുടി ചീകി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത് മുടി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഡ്രൈ അല്ലാത്ത ഒരു ഫോട്ടോ ഞാനിപ്പം ഇതിൻ്റെ അകത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം വെറ്റായിട്ടിരുന്ന സമയത്ത് എൻ്റെ മുടിയുടെ ഈ ഏരിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇത് മിനോക്സിഡൈൽ യൂസ് ചെയ്യാതെ വന്ന ഒരു ഗ്രോത്താണ്. മിനോക്സിഡൈൽ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. മിനോക്സിഡൈൽ യൂസ് ചെയ്യാതെ വന്ന ഗ്രോത്താണിത്. കണ്ടിന്യൂസ് ആയിട്ട് വേറെ പകരമായിട്ടുള്ള വേറെ സീറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടി ഒത്തിരി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലി ആയിട്ടുള്ള ഇത് സീറം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി മോർണിംഗ് ടാബ്ലറ്റ് ഉണ്ട്, ഗ്രോത്ത് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഇത് ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ബയോട്ടിൻ PRP ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോട്ടിൻ PRP ലാസ്റ്റ് മന്ത് ചെയ്തിട്ടുണ്ട്. ഈ മന്ത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നവംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നവംബറിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ കോംപ്ലിമെൻ്ററി PRP ഉണ്ടായിരുന്ന മൂന്നാമത്തത് ഞാനത് കൺവേർട്ട് ചെയ്ത് GFC ആക്കി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. GFC ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ബയോട്ടിൻ PRP ആണ് ചെയ്തത്. ഇവിടെ സൗദിയിലാണ് നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും ബയോട്ടിൻ PRP ആണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലേക്കാട്ടി ഒരു ഡബിളല്ല, അതിൽ കൂടുതലാകുന്നുണ്ട്. ട്രിപ്പിളിൻ്റെ അടുത്ത് ചാർജസ് ആകുന്നുണ്ട് ഒരു ബയോട്ടിൻ PRP ചെയ്യുന്നതിന്. അപ്പോൾ എങ്കിലും ആദ്യത്തെ ആ ഒരു ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ബയോട്ടിൻ PRP കണ്ടിന്യൂ ചെയ്തത്. ഇപ്പം ഞാനിനി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നാട്ടിൽ ഇനിയിപ്പോൾ അടുത്ത വെക്കേഷന് പോകുമ്പോൾ നാട്ടിൽ വീണ്ടും ഒന്നെങ്കിൽ GFCയോ അല്ലെങ്കിൽ ഒരു ബയോട്ടിൻ PRPയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറൻ്റ് എനിക്ക് അങ്ങനെയായിട്ടുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴയ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഒത്തിരി പേര് ചോദിക്കുകയുണ്ടായി,
തലവേദനയുണ്ടോ, അതുപോലെ തന്നെ വേറെ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് ഇതേവരെ ഒരു സൈഡ് എഫക്റ്റുകളും ഉണ്ടായിട്ടില്ല. എൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റിസൾട്ടാണ്. ഒത്തിരി പേര് അഭിപ്രായം പറയുകയുണ്ടായിട്ടുണ്ട്, എൻ്റെ മുടി എങ്ങനെ ഇത്രയും പെട്ടെന്ന് കിളിച്ചു. കാര്യം ഒത്തിരി പേർക്ക് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഈ വീഡിയോ കണ്ടിട്ടുള്ളവരും പിന്നെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളവരും എന്നെ ശരിക്ക് എന്ന് വെച്ചാൽ ഒത്തിരി എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ അല്ലാത്തവരെന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇത്രയും പെട്ടെന്ന് മുടി വന്നു, എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എൻ്റെ പഴയ അവസ്ഥ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ ബാക്കിലെ പാച്ച് ഏരിയ ഞാനിപ്പം ഇതിൻ്റെ കൂടെ ചേർക്കാം. ബാക്കിലെ ആ പാച്ച് ചെയ്ത ഏരിയ ഇപ്പോൾ ആ അവസ്ഥ എങ്ങനെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിക്കാം. ഒത്തിരി പേര് വേറെ സംശയം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചെയ്യാതെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദിയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് അവൈലബിൾ അല്ല. എൻ്റെ അറിവിൽ ഇതുവരെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് മടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുമോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഹെയറിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് വരുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് ചെയ്യാതിരിക്കുന്നു. ഒത്തിരി പേര് എന്നോട് അങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്ന സമയത്ത് എൻ്റെ കൊളീഗ്സ് എല്ലാം ഇതുപോലെ ചോദിക്കുകയും പറയുകയും ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഇത് വർക്കൗട്ട് ആകുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരവാണ് എൻ്റെ ഈ മുടി ഇതെനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനൊന്നുമില്ല, ഇതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കറക്റ്റായിട്ട് അവർ ഡോക്ടേഴ്സിൻ്റെ ഗൈഡൻസ് ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് വേറൊരു സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഇതേവരെ എനിക്കുണ്ടായിട്ടില്ല. ഇത് ജെന്യുവനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എൻ്റെ ഇത്രയും വരെയുള്ള എക്സ്പീരിയൻസ് വെച്ചുള്ള കറക്റ്റായിട്ടുള്ള ഇത് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള പാച്ച് ഏരിയയുടെ എല്ലാം ഞാൻ പാച്ച് ഏരിയ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രിം ചെയ്യുമ്പോൾ പാച്ച് ഏരിയ മാക്സിമം ഹൈലൈറ്റ് ആകാത്ത രീതിയിൽ വേണം ബാക്ക് സൈഡ് ഹെയർ കട്ട് ചെയ്യാൻ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഇപ്പോൾ അറിയുന്നുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് യാതൊരു വിഷയമില്ല. എനിക്കിപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആ ഗ്രോത്ത് വന്ന ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് അവസ്ഥ. ഇത്ര ഏരിയയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മടിക്കണ്ട, നിങ്ങളൊന്നും പേടിക്കുകയും വേണ്ട, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പിന്നെ ഒത്തിരി പേരെന്ന് പറയുന്നത് മിനോക്സിഡൈൽ യൂസ് ചെയ്യുന്നതിൻ്റെ മിനോക്സിഡൈൽ എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. മിനോക്സിഡൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും നല്ലൊരു ഗ്രോത്ത് വരുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്തുകൊണ്ട് മിനോക്സിഡൈൽ യൂസ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനോക്സിഡൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലറായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇപ്പം കുളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മിനോക്സിഡൈൽ കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇത് മാത്രമേ മിനോക്സിഡൈലിൻ്റെ ഒരു ഇതായിട്ടുള്ളൂ. പിന്നെ സൈഡ് എഫക്റ്റുകൾ ഒത്തിരി പേര് സൈഡ് എഫക്റ്റ് പറയുന്നവരുണ്ട്, സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മിനോക്സിഡൈൽ യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മിനോക്സിഡൈൽ യൂസ് ചെയ്തില്ല. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മിനോക്സിഡൈൽ അല്ലാത്ത വേറൊരു സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പഴയ ആ ഒരു ഗ്രോത്തും പഴയ എൻ്റെ മുടി എങ്ങനെ ആയിരുന്നു എന്നുള്ളതും എൻ്റെ ഇപ്പോഴത്തുള്ളതും തമ്മിൽ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റുകളും എന്ത് കാര്യങ്ങളും മുടി ഗ്രോത്തിലുണ്ടാകുന്ന കാര്യങ്ങളും എല്ലാമായിട്ട് ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സംശയങ്ങളോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്.
അപ്പോൾ ശരി, ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.